ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതി ഏതെന്ന് ചോദിച്ചാൽ കുളുവിനെ സിപ്തി താഴ്വര. 9ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റ് ജിയോഗ്രഫി, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു ഹോട്ട് ടോപ്പിക്സുമായിട്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേ. കഴിഞ്ഞ പ്രാവശ്യം 5 ഹോട്ട് ടോപ്പിക്സ് തന്നു, പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. കുറേശ്ശെ പഠിക്കുക, അത് നല്ല പെർഫെക്റ്റ് ആക്കുക. അതുപോലെ സിലബസ് അനുസരിച്ച് കേന്ദ്രീകരിച്ച് പഠിക്കുക. ടെൻഷൻ ഒന്നും അടിക്കരുത്, കാരണം കുറേ നെഗറ്റീവ് വാർത്തകൾ കേൾക്കുന്നുണ്ട്. നിങ്ങളങ്ങ് വിഷമമായിരിക്കും, LP ആരെ എടുക്കുന്നില്ലല്ലോ സാറേ, വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇപ്പം അതിൻ്റെ പരിഹാരങ്ങൾ അതിനെ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങൾ പഠിക്കാനുള്ളത് പഠിച്ചു വെക്കണേ. സമയത്ത് ഇനി വിളിച്ചതിന് ശേഷം കിടന്ന് വെപ്രാളപ്പെടാതെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. വേക്കൻസി എപ്പോഴാണോ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കയറാൻ പറ്റും. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരെണ്ണത്തെ ഒതുങ്ങി പഠിക്കാതിരിക്കുക. LP UP മാത്രമേ എനിക്ക് മതി എന്ന് പറയാതെ PSC കൂടെ നോക്കി പോവുക. കാരണം LDC ഉണ്ട്, LGS ഉണ്ട്, ഡിഗ്രി ലെവൽ പരീക്ഷകളുണ്ട്, ലാബ് അസിസ്റ്റൻ്റ് ഉണ്ട്. അങ്ങനെയുള്ള പരീക്ഷകളും ഇതും കൂടെ കോർത്തിണക്കിയിട്ട് ദൈവം ഏതാ തരുന്നതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിനെ ശ്രമിച്ച് നോക്കുക. അപ്പോൾ LP UP വിളിക്കുന്ന സമയത്ത് ഫുൾ ഡെഡിക്കേറ്റ് ചെയ്യുക. എനിക്ക് ഏറ്റവും നല്ല 10-നകത്ത് റാങ്ക് വേണം, 1ാം റാങ്ക് വേണം, അല്ലെങ്കിൽ 50-നകത്ത് റാങ്ക് വേണം എന്ന രീതിയിൽ പഠിക്കുക. അല്ലാതെ ഇപ്പം കേൾക്കുന്ന നെഗറ്റീവുകൾ കേട്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവുകൾ നമ്മളെ വിഷമപ്പെടുത്തത്തേ ഉള്ളൂ, നമ്മളെ തളർത്തത്തേ ഉള്ളൂ. ആ തളർത്തുന്നതിൽ വീണ് പോകുന്നവന്മാർ രക്ഷപ്പെടില്ല. പക്ഷേ ആ തളർത്തുന്നതിൽ നിന്നും ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോകുന്നവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പം നിങ്ങളുടെ പക്ഷത്ത് തന്നെ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഒരു അധ്യാപകൻ അറിയാൻ പറ്റും. കാരണം കഴിഞ്ഞ വർഷമൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റ് വന്ന കുട്ടികളാണെന്നറിയാമോ. അവർ ഇപ്പോൾ ഈ സമരത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്. കാരണം ഒരു കാലത്ത് ഊണും ഇല്ല, ഉറക്കവും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ എനിക്ക് പരീക്ഷയോട് അടുക്കുമ്പോഴത്തേക്ക് ടെൻഷനും അടിച്ച് പിന്നെ നല്ല റാങ്ക് വന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷകൾ കൊടുത്തു. കുഴപ്പമില്ലാത്ത റാങ്ക് കിട്ടും, ജോലി കിട്ടും എന്നൊക്കെ പ്രതീക്ഷകളുമായി കൊടുത്തു. അപ്പോഴത്തേക്ക് അവർക്ക് അങ്ങോട്ടങ്ങ് വിഷമമാണ്. ഇനിയും ഇരുന്ന് പഠിക്കണമല്ലോ, ഇനി വേക്കൻസി വരുമോ എന്നൊക്കെ ഉള്ള ചിന്തകൾ വരും. അതാണ് ഈ പ്രശ്നങ്ങൾ വരെ. അപ്പോൾ നെഗറ്റീവുകളെ അങ്ങ് നെഗറ്റീവുകളെ ഒഴിവാക്കിയിട്ട് പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് പോകും. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അല്ലാതെ വിഷമിച്ച് ഊത്തിയിരിക്കാനല്ല. എന്തായാലും പഠിച്ചു, ആഗ്രഹിച്ചിട്ടുണ്ട് നാട്ടിലൊരു ജോലി നേടണമെന്ന്. ആ നാട്ടിലൊരു ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ PSCക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? വല്ല ഗൾഫ് മേഖലകളിലോ വിദേശ രാജ്യങ്ങളിലോ ഒക്കെ പോയി, അല്ലെങ്കിൽ കേരളത്തിന് വെളിയിൽ പോയി എന്തെങ്കിലും ചെയ്താൽ പോരെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളുടെ അച്ഛനും അമ്മയുമായിട്ട് സന്തോഷിച്ച്, അല്ലെങ്കിൽ മക്കളുമായിട്ട് സന്തോഷിച്ചു, ഭർത്താവുമായിട്ട് സന്തോഷിച്ചു, ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, നാട്ടിലെ കാര്യങ്ങൾ, ഇതെല്ലാം ഓർത്തല്ലേ നിങ്ങൾ എങ്ങനെയെങ്കിലും നാട്ടിൽ തന്നെ ഒരു ജോലി കിട്ടണമെന്ന്, ചെറിയ ശമ്പളമായാലും വലിയ ശമ്പളമായാലും നാട്ടിൽ തന്നെ വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ പഠിക്കുക. അവസരങ്ങൾ വരുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല. സമയത്ത് കിടന്ന് വെപ്രാളപ്പെടാതെ ഉള്ള സമയത്ത് പറ്റുന്ന കണക്ക് പഠിച്ച് പോകും കേട്ടോ. ഇന്ന് ഞാൻ കുറച്ച് 5 ഹോട്ട് ടോപ്പിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണെന്ന്. 5 ഹോട്ട് ടോപ്പിക്സ് കൂടുതലും ചോദിച്ച ചോദ്യങ്ങളാണ്. LP UP മലയാളത്തിലെ ആദ്യ കൃതികൾ, ഇന്ത്യയിലെ പ്രധാന ചുരങ്ങൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, ഇതൊക്കെ സ്കൂൾ ടെസ്റ്റിലുണ്ട്. ബോക്സ് സഹിതമുണ്ട്. അതാണ്ട് കാർഷിക വിപ്ലവങ്ങൾ, പിന്നെ നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാരം, ഇതും ഒന്ന് പഠിച്ചു വെക്കണം. ജ്ഞാനപീഠ പുരസ്കാരം നമുക്ക് നോക്കാം. മലയാളത്തിലെ ആദ്യത്തെ കൃതികളെക്കുറിച്ച് നമുക്ക് നോക്കാം. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച മലയാളത്തിലെ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം. മലയാള ലിപി എന്ന് പറഞ്ഞ അടുത്ത വരി കിടപ്പുണ്ടേ. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. 1772 ക്ലെമൻ പിയാനോസ് പാതിരി റോമിൽ വെച്ചാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ വ്യക്തിയുടെ പേര് ചോദിച്ചാൽ ക്ലെമൻ പിയാനോസ് പാതിരി എവിടെ നിന്നാണ്? റോമിൽ നിന്നാണ്. 1772. ഇനി മലയാള ലിപിയിൽ അച്ചടിച്ച ആദ്യ പുസ്തകം പോർത്തൂസ് മലബാറിക്കസ്. കൺഫ്യൂഷൻ വരരുതേ, കാരണം ഇതൊരു ലാറ്റിൻ കൃതിയാണ്. പോർത്തോസ് ഇതിനകത്ത് ഒരു പാരഗ്രാഫിൽ മലയാള ലിപി ആദ്യമായി അച്ചടിച്ചു. പിന്നെ പുസ്തകമാക്കുന്നതാണ് സംക്ഷേപ വേദാർത്ഥം വരുന്നത്. ഇത് ഫുള്ള് മലയാളം. അപ്പം മലയാള ലിപിയിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഏതാണ്? പോർത്തോസ് മലബാറിക്കസ്. വർഷം പഠിക്കാൻ എളുപ്പമാണ്, 1678. അഡ്മിറൽ വാൻഡ്രീഡ് ഹോളണ്ടിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ വെച്ചാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ആരാണ്? അഡ്മിറൽ വാൻഡ്രീഡ് ഹോളണ്ടിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ വെച്ചാണ് പ്രസിദ്ധീകരിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ പാട്ടുകൃതി ഏതെന്ന് ചോദിച്ചാൽ രാമചരിതം പാട്ട്. ചീരാമ കവി എഴുതിയ രാമചരിതം പാട്ടാണ് ആദ്യത്തെ പാട്ടുകൃതി. കേരളത്തിൻ്റെ ചോസർ, ജെഫ്രി ചോസർ എന്നാണ് ചീരാമ കവിയെ വിളിക്കുന്നത്. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, യാത്രാവിവരണ ഗ്രന്ഥത്തിൻ്റെ പേര് കണ്ടോ? വർത്തമാന പുസ്തകം.
പാറമേക്കൽ തോമാക്കത്തനാരാണ് എഴുതുന്നത്. റോമിനെ കുറിച്ചായിരുന്നു ആദ്യമായി ഒരു യാത്രാ വിവരണം എഴുതിയത്. റോം എന്ന സ്ഥലത്തെക്കുറിച്ചുള്ള യാത്രാ വിവരണമായിരുന്നു. ഏതായിരുന്നു? വർത്തമാന പുസ്തകം. എഴുതിയതാരാണ്? പാറമേക്കൽ തോമാക്കത്തനാരാണ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം. മലയാളത്തിൽ ആദ്യ ചെറുകഥയുടെ പേരുണ്ട് വാസന വികൃതി. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് മലയാളത്തിലെ ആദ്യ ചെറുകഥ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലതയാണ്. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? കുന്തലത. അപ്പു നെടുങ്ങാടിയാണ് എഴുതിയത്. മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലത, അപ്പു നെടുങ്ങാടി. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ, ഒ ചന്തുമേനോനാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ഇന്ദുലേഖ, ഒ ചന്തുമേനോൻ്റെ ആയിരുന്നു. അടുത്ത മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം കൃഷ്ണഗാഥയാണ്. ചെറുശ്ശേരി എഴുതിയ കൃഷ്ണഗാഥ. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം കൃഷ്ണഗാഥ, ചെറുശ്ശേരി. ഇതാണ് ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം എന്നൊക്കെ പറയുന്നതും ഇതാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം എന്നൊക്കെ പറയുന്നതും കൃഷ്ണഗാഥ. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം എന്ന് ചോദിച്ചാൽ രാമചന്ദ്ര വിലാസം, അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ രാമചന്ദ്ര വിലാസമാണ്. അപ്പം മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം ഏതാണ്? അത് കൃഷ്ണഗാഥ തന്നെയാണ്, ചെറുശ്ശേരി. ആദ്യ മഹാകാവ്യം ചോദിച്ചാൽ രാമചന്ദ്ര വിലാസം, അഴകത്ത് പത്മനാഭക്കുറുപ്പ്. മലയാളത്തിലെ ആദ്യ തുള്ളൽ കൃതി നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികമാണ് മലയാളത്തിലെ ആദ്യത്തെ തുള്ളൽ കൃതി. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവലും ചരിത്ര സിനിമയും ഇത് തന്നെയാണ്. നമ്മുടെ CV രാമൻ പിള്ള എഴുതിയ മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ, ഇതൊക്കെ എഴുതിയത് CV രാമൻ പിള്ളയല്ലേ. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ നൃത്തമാണ്, M മുകുന്ദൻ്റെ നൃത്തം. മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ ഏതാണ്? നൃത്തം, M മുകുന്ദൻ്റെ. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം കണ്ടോ? പാഠബാക്കി. K ദാമോദരൻ എഴുതിയ പാഠബാക്കി. കേരളത്തിൻ്റെ കാറൽ മാക്സ് എന്നാണ് K ദാമോദരനെ വിളിക്കുന്നത്. കേരള മാക്സ് ആര് എന്ന് ചോദിച്ചാൽ K ദാമോദരൻ, പാഠബാക്കി. അപ്പം മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ ഏതാണ്? നൃത്തം, M മുകുന്ദൻ്റെ നൃത്തം. മയ്യഴിയുടെ കഥാകാരൻ എന്നാണ് M മുകുന്ദനെ വിളിക്കുന്നത്. മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവൽ കണ്ടോ? ഇഥാണൻ്റെ പേര്. സക്കറിയയുടെ ഇഥാണൻ്റെ പേര്. ഗോഡ്സെയുടെ ജീവിതത്തെ പശ്ചാത്തലമാക്കി എഴുതിയതാണ്. ഒരു പരീക്ഷയ്ക്ക് അങ്ങനെയും ചോദിച്ചു. ഗോഡ്സെയുടെ ജീവിതത്തെ പശ്ചാത്തലമാക്കി എഴുതിയ ആദ്യ മലയാള നോവലാണ് ഇഥാണൻ്റെ പേര്. അതെഴുതിയത് സക്കറിയാണ്. സക്കറിയ. മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ. സർപ്പകം എന്ന് പറഞ്ഞാൽ കുറ്റാന്വേഷണം. അത് നമ്മൾ മലയാളത്തിൽ അപസർപ്പകം എന്നാണ് പറയുന്നത്. ഭാസ്കര മേനോൻ എന്നാണ് ആ നോവലിൻ്റെ പേര്. ഭാസ്കര മേനോൻ. എഴുതിയത് അപ്പൻ തമ്പുരാനാണ്. മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവൽ ഏതാണ്? ഭാസ്കര മേനോൻ. എഴുതിയത് അപ്പൻ തമ്പുരാൻ. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം കണ്ടോ? AR രാജരാജവർമ്മയുടെ മലയവിലാസമാണ് ആദ്യത്തെ ഖണ്ഡകാവ്യം. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ്? AR രാജരാജവർമ്മയുടെ മലയവിലാസം. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം വീണപൂവാണ്. കുമാരനാശാൻ്റെ വീണപൂവാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം. മലയാളത്തിലെ ആദ്യത്തെ ടെക്നോളജി നോവൽ കണ്ടോ? ഐസ് 196 ഡിഗ്രി സെൽഷ്യസ് ആണ്, GR ഇന്ദുഗോവൻ്റെ. ഐസ് 196 ഡിഗ്രി സെൽഷ്യസ് ആണ്, GR ഇന്ദുഗോവൻ്റെ. മലയാളത്തിലെ ആദ്യത്തെ ഫേസ്ബുക്ക് നോവൽ നമ്മുടെ അഖിൽ P ധർമ്മജൻ്റെ ഓജോ ബോർഡാണ്. അഖിൽ P ധർമ്മജൻ, റാം കെയർ ഓഫ് ആനന്ദി അല്ലേ, കേന്ദ്ര സർക്കാരിൻ്റെ ബഹുമതിയൊക്കെ കിട്ടിയ കൃതിയാണ് റാം കെയർ ഓഫ് ആനന്ദിക്ക്. അദ്ദേഹത്തിൻ്റെ ഓജോ ബോർഡാണ് ആദ്യത്തെ ഫേസ്ബുക്ക് നോവലായിട്ട് മലയാളത്തിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ നോക്കാം. അപ്പം മലയാളത്തിലെ കൃതികൾ ഒന്ന് സെറ്റാക്കി വെച്ചേക്കണം. ഇതാണ് ബേസിക് കൃതികളായിട്ട് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ചുരങ്ങൾ ഉറപ്പ് പഠിച്ചേ പറ്റൂ. വീണ്ടും റിവിഷൻ നടത്തുക. മാറിപ്പോൾ 9ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ കിടപ്പുണ്ട് ചുരങ്ങളെക്കുറിച്ച്. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു. ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത് ഏതാണ്? ഷിപ്കില ചുരം. സ്റ്റേറ്റും പഠിക്കണേ, ഹിമാചൽ പ്രദേശ്. ലിപ്പ് ലേക്ക് ചുരം ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധപ്പെടുന്നു. അപ്പോൾ ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത് ഷിപ്കില ചുരം, ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത് ലിപ്പ് ലേക്ക് ചുരം. ബോണ്ടില ചുരം അരുണാചൽ പ്രദേശിനാണ്. അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിൽ, ലിപ്പ് ലേക്ക് ചുരം ഉത്തരാഖണ്ഡിൽ, ബോണ്ടില ചുരം അരുണാചൽ പ്രദേശിനെ ടിബറ്റാണ്, ടിബറ്റിലെ ലാസയുമായി ബന്ധം. ഇനി ബനിഹാൾ ചുരം കണ്ടോ? ബനിഹാൾ ഇത് ജമ്മു കാശ്മീരിലാണ്. ജമ്മുവിനെ കാശ്മീരുമായി ബന്ധിപ്പിക്കുന്നു അല്ലേ? ജമ്മുവിനെ കാശ്മീരുമായി ബന്ധിപ്പിക്കുന്നത് ആരാണ്? ബനിഹാൾ ചുരം. ശ്രീനഗർ എന്നാണ് കറക്റ്റ് പറയുന്നത്. ജമ്മു കാശ്മീർ ശ്രീനഗർ എന്നാണ് എടുത്ത് പറയാറുള്ളത്. ബന്ധിപ്പിക്കുന്നത് ജമ്മുവിനെ കാശ്മീരുമായി ബന്ധിപ്പിക്കുന്നതാണ്. ഓക്കെ, ശ്രീനഗറാണ് പ്രധാനം. സോജില ചുരവും ജമ്മു കാശ്മീരാണ്. ഇത് ശ്രീനഗർ കാർഗിലാണ്.
അപ്പോൾ ജമ്മുവിനെ കാശ്മീരുമായി ബന്ധിപ്പിക്കുന്നത് ഏതാണ്? ജമ്മുവിനെ കാശ്മീരുമായി ബന്ധിപ്പിക്കുന്നത് ബനിഹാൾ അല്ലെങ്കിൽ ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്നത്. ശ്രീനഗറിനെ കാർഗിലുമായി ബന്ധിപ്പിക്കുന്നത് ഏതാ? സോജില ചുരമാണ്. നാഥുല ആവർത്തിക്കുന്നതാ. ഇന്ത്യയുടെ സിൽക്ക് പാത എന്നൊക്കെ അറിയപ്പെടുന്ന ചുരം നാഥുലയല്ലേ? സിക്കിമിലാണ്. സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു. അപ്പോൾ സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത് നാഥുല ചുരം. ഇതിനെ സിൽക്ക് പാത എന്നറിയപ്പെടുന്നുണ്ട്. അടുത്ത ജലപ്പില ചുരമാണ്. അതും സിക്കിമിലാണ്. സിക്കിമിനെ ലാസയുമായി ബന്ധിപ്പിക്കുന്നു. അപ്പോൾ സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത് നാഥുല ചുരം, സിക്കിമിനെ ലാസയുമായി ബന്ധിപ്പിക്കുന്നത് ജലപ്പില ചുരം. ബാരാലാച്ച ചുരം ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു. ലഡാക്കിലെ ലാഹുൽ എന്ന് പറയുന്ന സ്ഥലവുമായി ബന്ധിപ്പിക്കുന്നത് ബാരാലാച്ച ചുരം. ദിഹാങ് ചുരം ഇതും കണ്ടിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിലെ മ്യാൻമാറുമായി അല്ലെങ്കിൽ മ്യാൻമാറിലെ മാൻഠലയുമായി ബന്ധിപ്പിക്കുന്നതാണ് നമ്മുടെ ദിഹാങ് ചുരം എന്ന് പറയുന്നത്. ദിഫു ചുരമുണ്ട്. അരുണാചൽ പ്രദേശിൽ തന്നെയാണ്. അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്നത് ദിഫു ചുരം. റോങ്താങ് ചുരം ഹിമാചൽ പ്രദേശിലെ ലാഹുൽ സിപ്തി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ലാഹുൽ സിപ്തി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് റോങ്താങ് ചുരം. ദപ്സ ചുരം ഹിമാചൽ പ്രദേശിലാണ്. കുളുവിനെ സിപ്തി താഴ്വര, 9ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റ് ജിയോഗ്രഫി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദപ്സ ചുരം കുളുവിനെ സിപ്തി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നു. ബോർഖട്ട് ചുരം മഹാരാഷ്ട്രയിലാണ്. പൂനെ മുംബൈയുമായി ബന്ധിപ്പിക്കുന്നു. താൽക്കട്ട് ചുരം മഹാരാഷ്ട്രയിലാണ്. നാസിക്കിനെ മുംബൈയുമായി ബന്ധിപ്പിക്കുന്നു. അപ്പം ബോർഖട്ട് ചുരം മഹാരാഷ്ട്രയിലാണ്. പൂനെ മുംബൈയുമായി ബന്ധിപ്പിക്കുന്നു. താൽക്കട്ട് ചുരം മഹാരാഷ്ട്രയിലാണ്. നാസിക്കിനെ മുംബൈയുമായി ബന്ധിപ്പിക്കുന്നു. അടുത്ത കുംബർലി കട്ട് ചുരം അതും മഹാരാഷ്ട്രയിൽ തന്നെ. രത്നഗിരിയെ സറ്റാറയുമായി ബന്ധിപ്പിക്കുന്നത്. രത്നഗിരിയെ സറ്റാറയുമായി ബന്ധിപ്പിക്കുന്നത് കുംബർലി കട്ട്. കാർത്തുങ്കുല ചുരം ലഡാക്കിലെ ലേയെ സിയാച്ചിനുമായി ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ലഡാക്കിലെ ലേ സിയാച്ചിനുമായി ബന്ധിപ്പിക്കുന്നത് കാർത്തുങ്കുല ചുരമാണ്. അപ്പം കുംബർലി കട്ട് ഏതായിരുന്നടെ? കുംബർലി കട്ടും ബോർഖട്ട് താൽക്കട്ട്. ബോർഖട്ട് മഹാരാഷ്ട്ര, പൂന മുംബൈ. താൽക്കട്ട് മഹാരാഷ്ട്ര, നാസിക്ക് മുംബൈ. കട്ട് കട്ട് ഉണ്ടോ? കുംബർലി കട്ടും മഹാരാഷ്ട്രയാണ്. രത്നഗിരി സറ്റാർ അത് 3 സ്കൂൾ ടെസ്റ്റ് നല്ലോണം റിവിഷൻ നടത്തിയാൽ മതി. അതങ്ങ് കാർത്തുങ്കുല ചുരം നോക്കിയാൽ ലഡാക്കിലെ ലേയെ സിയാച്ചിൻ ഗ്ലേസിയറുമായി ബന്ധിപ്പിക്കുന്നതാണ് കാർത്തുങ്കുല ചുരം എന്ന് പറയുന്നത്. ശാസ്ത്രീയ കൃഷി രീതികൾ നോക്കാം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാ. 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്നതാണ്. ഒലേറി കൾച്ചർ പച്ചക്കറി വളർത്തൽ. സെറി കൾച്ചർ പട്ടുനൂൽ പുഴു വളർത്തൽ. ഒലേറി പച്ചക്കറി, സെറി പട്ടുനൂല്. എപ്പി കൾച്ചർ തേനീച്ച. വിറ്റി കൾച്ചർ മുന്തിരി. വെർമി കൾച്ചർ മണ്ണിര. സിൽവി കൾച്ചർ വനപരിപാലനം. ഏതൊക്കെയായിരുന്നേ? ഇനിയുണ്ട് ഒലേറി പച്ചക്കറി, സെറി. റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുക. പഠിച്ച് ഇടവിട്ട് ചിന്തിച്ച് റിവിഷൻ, അല്ലെങ്കിൽ ഭിത്തിയിലൊക്കെ അങ്ങ് ഒട്ടിച്ചു വെച്ചേക്കണം. അങ്ങോട്ട് പോകുമ്പോഴും വരുന്നു ഒലേറി പച്ചക്കറി. സെറി കൾച്ചർ പട്ടനൂല്. എപ്പി കൾച്ചർ തേനീച്ച. വിറ്റി കൾച്ചർ മുന്തിരി. വെർമി കൾച്ചർ മണ്ണിര. സിൽവി കൾച്ചർ വനപരിപാലനം. ഇനി നോക്കേ, കൂണി കൾച്ചർ മുയലും മഷ്റൂം കൾച്ചറാണ് കൂൺ വളർത്തൽ കേട്ടോ. കൂണി കൾച്ചർ മുയൽ വളർത്തൽ. മഷ്റൂം കൾച്ചർ ഏതാണ്? കൂൺ വളർത്തൽ. പിസി കൾച്ചർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിസി കൾച്ചർ മത്സ്യമാണ്. പിസി കൾച്ചർ. മോറി കൾച്ചർ മൾബറിയാണ്. മോറി കൾച്ചർ മർബറി. മാരി കൾച്ചർ ഇത് ഈ അടുത്ത കാലത്ത് ചോദിച്ചത്. കടൽ വിഭവങ്ങൾ, കടൽ മത്സ്യങ്ങൾ, കടൽ വിഭവങ്ങളാണ് മാരി കൾച്ചർ. ഏവി കൾച്ചർ പക്ഷി വളർത്തൽ. ഹോർട്ടി കൾച്ചർ പഴം പച്ചക്കറി. കൂണി കൾച്ചർ മുയൽ, മഷ്റൂം കൾച്ചർ കൂണ്, പിസി കൾച്ചർ മത്സ്യം, മോറി കൾച്ചർ മൾബറി, മാരി കൾച്ചർ കടൽ വിഭവങ്ങൾ, ഏവി കൾച്ചർ പക്ഷി, ഹോർട്ടി കൾച്ചർ പഴം പച്ചക്കറിയാണ്. ഓക്കെ, അതൊന്ന് സെറ്റാക്കി വെച്ചേ. അടുത്ത കാർഷിക വിപ്ലവങ്ങൾ നോക്കേ. നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെടുന്നു? മത്സ്യം, ആൽഗ എന്നിവയുടെ ഉൽപ്പാദനം. അപ്പം മത്സ്യങ്ങളുടെയൊക്കെ ഉൽപ്പാദനം എന്തുമായി ബന്ധപ്പെടുന്നു? നീല വിപ്ലവം. ഹരിത വിപ്ലവം ഭക്ഷ്യോൽപാദനം. ധവള വിപ്ലവം പാലുൽപാദനം. ഇത് രണ്ടും നമുക്കറിയാം. ഹരിതം ഭക്ഷ്യം, ധവളം പാല്. ഇനി അടുത്ത നോക്കുക, രജത വിപ്ലവം. രജതം എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ സിൽവർ എന്നാണ് പറയേണ്ടത് കേട്ടോ. സിൽവർ റെവല്യൂഷൻ മുട്ട ഉൽപ്പാദനമാണ്. അപ്പം ഇന്ത്യയിൽ മുട്ട ഉൽപ്പാദനത്തെ വിളിക്കുന്നത് ഏതാണ്? സിൽവർ റെവല്യൂഷൻ. മഞ്ഞ വിപ്ലവം പഠിക്കണേ. എണ്ണക്കുരുക്കളെ നിർമ്മിക്കുന്നതാണ് മഞ്ഞ വിപ്ലവം. നീല വിപ്ലവം തട്ടരുത്, ഇതാണ് ഒത്തിരി അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിലെ തന്നെ പറഞ്ഞേക്കുന്നത്. മത്സ്യ ഉൽപാദനത്തെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന പേരെന്താ? നീല വിപ്ലവം. മഞ്ഞ വിപ്ലവം എണ്ണക്കുരു. ബ്രൗൺ വിപ്ലവം നോക്കേ, രാസവളങ്ങൾ, തുകൽ എന്നിവ നിർമ്മിക്കുന്നതാണ് ബ്രൗൺ വിപ്ലവം. അപ്പോൾ ഏതൊക്കെ പഠിച്ചത്? നീലം മത്സ്യം, ഹരിതം ഭക്ഷ്യം, ധവളം പാല്, രജതം
മുട്ട, മഞ്ഞ വിപ്ലവം, എണ്ണക്കുരു, ബ്രൗൺ വിപ്ലവം, രാസവളങ്ങൾ. ഗ്രേ വിപ്ലവം ഭവന നിർമ്മാണം, നമ്മുടെ ഭവന നിർമ്മാണമാണ് ഗ്രേ വിപ്ലവം. പിങ്ക് ആണ് പിങ്ക് വിപ്ലവം, മരുന്നുൽപാദനം കേട്ടോ, ഔഷധങ്ങളുടെ നിർമ്മാണം പിങ്ക്. കറുത്ത വിപ്ലവം പെട്രോളിയം ഉൽപാദനം. ചുവന്ന വിപ്ലവം മാംസവും തക്കാളിയൊക്കെ നിർമ്മാണം. സ്വർണ്ണ വിപ്ലവം പഴം പച്ചക്കറി. മഴവിൽ വിപ്ലവം, ഇത് ആവർത്തിച്ചിട്ടുണ്ട്, കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള വിപ്ലവത്തെ നമ്മൾ മഴവിൽ വിപ്ലവം എന്നാണ് പറയേണ്ടത് കേട്ടോ. അപ്പം സ്വർണ്ണ വിപ്ലവം പഴം പച്ചക്കറി, ചുവന്ന വിപ്ലവം മാംസം തക്കാളി, ഇതൊക്കെ. ഇനി നമ്മുടെ ജ്ഞാനപീഠം, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതി ഏതെന്ന് ചോദിച്ചാൽ ജ്ഞാനപീഠം അല്ലേ നമ്മൾ പറയുന്നത്. 1965 ഏർപ്പെടുത്തി 11 ലക്ഷം രൂപയാണ് അല്ലേ ജ്ഞാനപീഠ പുരസ്കാര തുക. എത്രയുടെ 11. 1965 ഏർപ്പെടുത്തിയത്. 11 ലക്ഷം രൂപയാണ്. ശാന്തി പ്രസാദ് ജെയിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത്. 11 ലക്ഷം രൂപയാണ് ജ്ഞാനപീഠ പുരസ്കാരം. ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അതിൽ ആദ്യത്തെ ആൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്കാണ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്കാണ് ആദ്യം ലഭിച്ചത്. രണ്ടാമത് ലഭിച്ചത് എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ, മലയാളി എന്ന്. പിന്നെ കൃതികൾക്കില്ലടെ, പിന്നെ നമുക്ക് കൃതികൾ എന്ന് പറയുന്നത് കൃതികൾക്കില്ല, ഇവരുടെ പ്രധാനപ്പെട്ട കൃതികൾ അവിടെ എഴുതിയെന്നേ ഉള്ളൂ. പിന്നെ വരുന്ന മലയാളികൾ തകഴിക്ക് കിട്ടി, എം.ജി. വാസുദേവൻ നായർക്ക് കിട്ടി, ഒ.എൻ.വി. കുറുപ്പിന് കിട്ടി, അക്കിത്ത അച്യുതൻ നമ്പൂതിരി കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ വർഷങ്ങൾ പഠിക്കാം. രണ്ടാമത് ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ താരാശങ്കർ ബാനർജിയുടെ ഗണദേവത എന്ന കൃതിക്കും. ആദ്യം ലഭിച്ച വനിത, ജ്ഞാനപീഠ പുരസ്കാരം ആദ്യം ലഭിച്ച വനിത ആശാ പൂർണാദേവി 76 പ്രഥമ പ്രദശ്രുതി എന്ന് പറയുന്ന കൃതിക്കാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ആ മലയാളികൾ നോക്കേ. ജി ശങ്കരക്കുറുപ്പ് 1965 ഓടക്കുഴൽ എന്ന കൃതി. എസ്.കെ. പൊറ്റക്കാട് ആദ്യത്തെ മലയാളി നോവലിസ്റ്റ് ഇദ്ദേഹമാണ്. മലയാള കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാള നോവലിസ്റ്റ് എന്ന് എടുത്തു ചോദിച്ചാൽ എസ്.കെ. പൊറ്റക്കാട് 80 ഒരു ദേശത്തിൻ്റെ കഥ. പിന്നെ സമഗ്ര സംഭാവനയ്ക്ക് അവിടുത്തെ തകഴിക്ക് 84, എം.ടിക്ക് 95, ഒ.എൻ.വിക്ക് 2007, അക്കിത്ത അച്യുതൻ നമ്പൂതിരിക്ക് 2019. നമ്മൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വരി. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ആശാപൂർണാദേവിയുടെ കൃതി ഏതാന്ന് ചോദിച്ചാൽ മറന്നുപോരുതേ. 1976 ജ്ഞാനപീഠം ലഭിച്ചത് പ്രഥമ പ്രദശ്രുതി എന്ന് പറയുന്ന കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്. പിന്നെ ഇപ്പോൾ 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തി. 60ാമത്തെയാണ് 2025 കൊടുത്തത് തമിഴ് കവിയായ വൈരമുത്തുവിനാണ്. വൈരമുത്തുവിനാണ് കൊടുത്തത്. 59ാമത് കൊടുത്തത് 2015 മാർച്ചിലാണെങ്കിൽ 25 24 വിനോദ് കുമാർ ശുക്ല, അതായത് നമ്മുടെ ഹിന്ദി കവിയായ വിനോദ് കുമാർ ശുക്ല. അതിനു മുമ്പ് ജഗദ്ഗുരുവിനും ഗുൽസാറിനും ഒരുമിച്ചാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. ജഗദ്ഗുരുവും ഗുൽസാറും ഒക്കെ ഉറുദു കവിയാണ്. ജഗദ്ഗുരു സംസ്കൃത കവിയാണ്. വിനോദ് കുമാർ ശുക്ല ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഹിന്ദി കവിയായിരുന്നു. അത് ഇത്രയാണ് ജ്ഞാനപീഠമായി വരുന്നത്. അപ്പോൾ ഇന്നത്തെ കൊച്ചു ടോപ്പിക്കാണ്, ഒരുവിധം നിങ്ങൾ പഠിച്ച ടോപ്പിക്ക് തന്നെയാണ്. എന്നാലും റിവിഷൻ നടത്തി വെക്കണം. കുറേശ്ശെ തരുന്ന ഒരു ഹോട്ട് ടോപ്പിക്സ് പ്രധാനമായിട്ട് ഒരു 10-20 മാർക്ക് അതിൽ നിന്ന് തന്നെയായിരിക്കും. നിങ്ങൾ സയൻസ് സ്കൂൾ ടെസ്റ്റ് നല്ലോണം ശ്രദ്ധിക്കണേ. 5, 6, 7, 8, 9, 10 സ്കൂൾ ടെസ്റ്റ് നല്ലവണ്ണം റിവിഷൻ നടത്തുക. ആവർത്തന പട്ടികയായാലും pH മൂല്യങ്ങളായാലും രോഗകാരികളായാലും നല്ലോണം ഇപ്പോഴേ കവർ ചെയ്ത് റിവിഷൻ. പുതിയ സ്കൂൾ ടെസ്റ്റ് തന്നെ നല്ലോണം, പഴയതും ഇരിപ്പുണ്ടെങ്കിൽ അതും പഠിച്ചോ, പുതിയതും കൂടെ നല്ലോണം പഠിച്ചോ. അതിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നല്ലോണം അങ്ങ് പഠിക്കുക കേട്ടോ. ഒത്തിരി സന്തോഷത്തോടെ നല്ലൊരു ഹോട്ട് ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.